എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങളിൽ കാര്യങ്ങളൊന്നും വ്യക്തമായി നടക്കാത്ത പോലെ തോന്നും. എന്നാൽ അത്തരത്തിലുള്ള ഘട്ടങ്ങൾക്കിടയിൽ തന്നെ ഒരു സൂക്ഷ്മമായ മാറ്റം ആരംഭിച്ചു കൊണ്ടിരിക്കും. ചിലർ അതിനെ ഭാഗ്യമെന്ന് വിളിക്കും, ചിലർ ദൈവാനുഗ്രഹം എന്ന് പറയും, ചിലർ ടൈമിംഗ് എന്ന് പറയും. എന്നാൽ പല ആത്മീയ പാരമ്പര്യങ്ങളും പറയുന്നത് ജീവിതത്തിൽ സമൃദ്ധി വരുന്നതിന് മുൻപ് അതിൻ്റെ സൂചനകൾ നമ്മളിലേക്ക് എത്തിത്തുടങ്ങും എന്നാണ്. ഈ സൂചനകളെയാണ് പലരും യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സും ചിന്തയും ഊർജവും വരാനിരിക്കുന്ന സമൃദ്ധിയുമായി ഒത്തുചേരാൻ ആരംഭിക്കുമ്പോൾ ചില അടയാളങ്ങൾ ജീവിതത്തിൽ കാണാം. പണം വരുന്നതിന് മുൻപ് പലർക്കും ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പഴയ പ്രശ്നങ്ങൾ പെട്ടെന്ന് അവസാനിക്കുന്നത്, പുതിയ അവസരങ്ങൾ തുറക്കുന്നത്, നമ്മൾ മുമ്പ് ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്, ചിലപ്പോൾ ആളുകൾ തന്നെ മാറി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇത് സത്യമായിട്ടുണ്ടോ? അതിനുത്തരം ഉണ്ട് എന്നാണ്. കാരണം സമൃദ്ധി ആദ്യം പുറത്തല്ല ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സിനകത്താണ് രൂപപ്പെടുന്നത്. ഒരു സ്ത്രീയുടെ അനുഭവം ഞാനിവിടെ പറയാം. കേരളത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ താമസിച്ചിരുന്ന അവർ വർഷങ്ങളോളം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നു. ചെറിയ ശമ്പളത്തിൽ വീട്ടുചെലവുകൾ പോലും ഒത്തുചേരാതെ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ ഒരു സമയത്ത് അവൾക്ക് മനസ്സിൻ്റെ അകത്തൊരു മാറ്റം സംഭവിച്ചു. അവൾ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്കെന്തോ വലിയൊരു മാറ്റം വരാനിരിക്കുകയാണെന്ന് തോന്നി. എന്തുകൊണ്ടെന്നറിയില്ല, പക്ഷെ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ജീവിതം മാറുന്നു എന്ന് തോന്നി. അത് വെറും പോസിറ്റീവ് ചിന്തയല്ലായിരുന്നു. ആ സമയത്ത് അവൾ ചെയ്ത ചെറിയൊരു മാറ്റമുണ്ടായിരുന്നു. അവൾ തൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പാവമാണ്, എനിക്ക് ഒന്നും കഴിയില്ല എന്ന തിരിച്ചറിവ് ഒഴിവാക്കി. പകരം എനിക്ക് സമൃദ്ധി വരുന്നു എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങി. അതാണ് അവളുടെ മാറ്റം. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ജോലി അവസരം ലഭിച്ചു. പഴയ അനുഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ ജോലി. ശമ്പളം ഇരട്ടിയായി. പിന്നീട് അവൾ പറഞ്ഞത്, അത് ജോലി വന്നതല്ല, ഞാൻ തയ്യാറായപ്പോൾ അത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഇതാണ് യൂണിവേഴ്സൽ മെസ്സേജിൻ്റെ ആദ്യ അടയാളം. നമ്മുടെ ഉള്ളിൽ സമൃദ്ധിക്ക് തയ്യാറാകുന്ന ഒരു വികാരം തുടങ്ങുന്നു എന്ന്. പണം വരാനിരിക്കുമ്പോൾ പലർക്കും ഒരു പുതിയ ആത്മവിശ്വാസം നമ്മുടെ മനസ്സിനുള്ളിൽ വളരുന്നു. കാരണം സമൃദ്ധി ഒരു ബാഹ്യ സംഭവമല്ല, അതൊരു അന്തർഘടനയാണ്. മനസ്സ് ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറുമ്പോൾ ജീവിതവും അതിനനുസരിച്ച് മാറിത്തുടങ്ങും. ഇനി ഞാനൊരനുഭവം പറയാം. ഇതെൻ്റെ ഒരു സുഹൃത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ഈ വ്യക്തി വർഷങ്ങളോളം ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. പക്ഷേ എപ്പോഴും അവന് മനസ്സിൽ ഭയമാണ്. അതേപോലെ പണമില്ല, പിന്തുണയില്ല, അവസരമില്ല. അങ്ങനെയാണ് അവൻ കാണുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലമുണ്ടായത്. പിന്നീട് ഒരു ഘട്ടത്തിൽ അവനെല്ലാം, അതായത് അവനവൻ്റെ മനസ്സിലെ ആ നെഗറ്റീവ് ചിന്തകളൊക്കെ അങ്ങ് ഒഴിവാക്കി. അതിനുശേഷമാണ് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അതായത് ചെറിയ ചെറിയ യാദൃശ്ചികമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ തുടങ്ങി. പഴയ ഒരു സുഹൃത്ത് പെട്ടെന്ന് അവനെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ സുഹൃത്തിൻ്റെ ഒരു ചെറിയ ജോലി ഓഫർ കിട്ടുകയുണ്ടായി. അതിലൂടെ പുതിയ ആളുകളെ അവൻ പരിചയപ്പെടാൻ തുടങ്ങി. പിന്നീട് അവൻ നമ്മളോടൊക്കെ പറഞ്ഞത്, എനിക്ക് തോന്നി ജീവിതം എന്നെ ഒരു ദിശയിലേക്ക് തള്ളുകയാണ് എന്നാണ്. ആ ദിശയിലേക്ക് പോയപ്പോൾ അവൻ തൻ്റെ ആദ്യ ബിസിനസ് തുടങ്ങി. ഇന്ന് അത് വിജയകരമാണ് എന്നാണ്. അപ്പോൾ ഇന്നവൻ ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മളത് കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷം. ഇത് മറ്റൊരു യൂണിവേഴ്സൽ സന്ദേശമാണ്. അതായത് ജീവിതത്തിൽ പെട്ടെന്ന് ബന്ധങ്ങൾ, അവസരങ്ങൾ, വഴികൾ തുറക്കാൻ തുടങ്ങുന്നു എന്നത്. പണം വരുന്നതിന് മുൻപ് പലർക്കും ഉണ്ടാകുന്ന മറ്റൊരനുഭവമാണ് പഴയ തടസ്സങ്ങൾ തകരുന്നത്. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നാം, ജോലി നഷ്ടമാകാം, ബന്ധങ്ങൾ അവസാനിക്കാം, ഒരു ഘട്ടം തകർന്നു പോകുന്നത് പോലെ തോന്നാം. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകും അത് നഷ്ടമല്ല, മാറ്റത്തിനുള്ള ഒരു സ്ഥലം, പ്ലേസ് സൃഷ്ടിക്കലായിരുന്നു എന്ന്. ഒരു വ്യക്തി തൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അതിനെ ദുരന്തമായി കണ്ടു. എന്നാൽ ആ സമയത്ത് അവൻ തൻ്റെ ഇഷ്ടമുള്ള മേഖലയിലേക്ക് തിരിയും. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവൻ മുമ്പത്തെ വരുമാനത്തിൻ്റെ പല മടങ്ങ് സമ്പാദിച്ചു. അതൊക്കെയാണ് ഈ കൊറോണ സമയത്തൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പലർക്കും ജോലി നഷ്ടമായപ്പോൾ സ്വന്തം ജീവിതത്തിലെ സ്വന്തം കഴിവുകളെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് വീട്ടിലിരുന്നു കൊണ്ട് അവർ ആദ്യം ചെയ്തിരുന്ന ജോലിയേക്കാൾ ഇരട്ടി ശമ്പളമുള്ള സ്വയം തൊഴിലുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം പലർക്കും അറിയാവുന്നതാണ്. കൊറോണ സമയം അത്രയേറെ നമ്മളെ ജോലിയിലും മറ്റുമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പണത്തിന് വേണ്ടി പണമില്ലാഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വലിയ മാറ്റമാണ് ഉണ്ടായത്. നമ്മുടെ സ്വയം കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് സ്വയം തൊഴിലുകൾ, പലരും സ്വയം തൊഴിലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ജീവിത വിജയം ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നീട് അവർ പലരും പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ആദ്യ ജോലി പോയത് തന്നെയായിരുന്നു എന്ന്. യൂണിവേഴ്സൽ സന്ദേശങ്ങളിൽ പ്രധാനമായ മറ്റൊരു അടയാളമാണ് നമ്മൾ പണത്തെക്കുറിച്ചുള്ള പഴയ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നുവെന്ന്. പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ്, സമ്പന്നരാകുന്നത് നല്ലതല്ല, എനിക്ക് കഴിയില്ല. ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ദുർബലമാകുമ്പോൾ സമൃദ്ധിക്ക് ഇടം തുറക്കും. അതായത് പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ സമൃദ്ധിക്കായി ഇടം തുറക്കും. പണം വരാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയൽ എന്ന മാറ്റമാണ്. ഞാൻ പോരാത്തവനാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ മൂല്യമുള്ളവനാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ നീങ്ങണം. ഈ മാറ്റം വരുമ്പോൾ അവസരങ്ങൾ സ്വാഭാവികമായി സ്വീകരിക്കാൻ തുടങ്ങും. സമൃദ്ധി വരുന്നതിന് മുൻപ് നമ്മുടെ വ്യക്തിത്വം മാറുന്നു എന്നാണ്. പണം വരാനിരിക്കുമ്പോൾ മറ്റൊരടയാളമാണ് നമ്മൾ സ്വയം നശിപ്പിക്കുന്ന ശീലങ്ങൾ വിട്ടുമാറുന്നു. കാലതാമസം, ഭയം, ആത്മസംശയം, സ്വയം അവഗണിക്കൽ ഇവ നമ്മളിൽ നിന്ന് കുറയുന്നു. അതിനു പകരം പുതിയ ശീലങ്ങൾ നമ്മളിലേക്ക് വരും. ക്രമമായിട്ടുള്ള ഒരു ശീലം, അതുപോലെ തന്നെ ലക്ഷ്യബോധം, ആത്മവിശ്വാസം, നന്ദി എന്ന വികാരം പ്രത്യേകിച്ച് പ്രധാനമായിട്ടുള്ളതാണ്. സമൃദ്ധിക്ക് മുൻപ് പലർക്കും നന്ദിബോധം ശക്തമാകും. അവർക്ക് ഇല്ലാത്തതിനേക്കാൾ ഉള്ളതിനെ കാണാൻ തുടങ്ങും. പലപ്പോഴും പല വ്യക്തികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പണമില്ലാത്ത സമയത്ത് പോലും ഞാൻ സമ്പന്നനാണ് എന്ന് കരുതാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സമയമുണ്ട്. അപ്പോൾ അത് ഒരു മനോഭാവത്തിലുള്ളായിട്ടുള്ള മാറ്റമാണ്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർ സാമ്പത്തികമായി വളർന്നു വന്നു. അപ്പോൾ അത് അവരുടെ ഉള്ളിൽ നിന്ന് ആദ്യം മാറി. മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി. അതാണ് അവരിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇതൊരു മനോഭാവ മാറ്റമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി സാമ്പത്തികമായി വളർന്നത് നമ്മൾക്ക് ചുറ്റുമുണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അവർ ചെയ്തത്, അവർ സമ്പന്നനായതുകൊണ്ടല്ല നന്ദി പറഞ്ഞത്. ആ സമ്പത്ത് തന്നിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നന്ദി പറഞ്ഞതുകൊണ്ടാണ് അവർ സമ്പന്നനായത്. ഇതാണ് യൂണിവേഴ്സിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ സന്ദേശം. നമ്മൾ ഉള്ളിൽ സമൃദ്ധി അനുഭവിക്കാൻ തുടങ്ങുന്നു. പണം വരുന്നതിന് മുൻപ് പലർക്കും കാണുന്ന മറ്റൊരടയാളമാണ് അവസരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് വർദ്ധിക്കുന്നു എന്നത്. മുമ്പ് കാണാത്ത സാധ്യതകൾ കാണാൻ തുടങ്ങും. മുമ്പ് ഭയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം വരും. ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പലരും വിളിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം നമ്മുടെ ചിന്ത, വികാരം, പ്രവർത്തനം എല്ലാം ഒരേ ദിശയിൽ ചേരുമ്പോൾ ജീവിതം മാറുന്നു എന്നാണ്. പണം വരാനിരിക്കുമ്പോൾ ജീവിതം നമ്മെ തയ്യാറാക്കും. നമ്മുടെ ചിന്തയിൽ, വികാരത്തിൽ, പ്രവർത്തനത്തിൽ എല്ലാം മാറ്റം സംഭവിക്കും.
ഈ തയ്യാറെടുപ്പാണ് ജീവിതത്തിൽ യൂണിവേഴ്സ് മെസ്സേജ് ആകുന്നത്. അതുകൊണ്ട് സമൃദ്ധി വരാൻ നമ്മൾ ചെയ്യേണ്ടത് പുറത്തുള്ള രഹസ്യമാർഗങ്ങളല്ല, നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ക്രമീകരണമാണ്. ആദ്യം തന്നെ സ്വയം വിലമതിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ നെഗറ്റീവ് വിശ്വാസങ്ങൾ മാറ്റിയെടുക്കണം. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ലക്ഷ്യബോധമാണ്. നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് ആ ലക്ഷ്യബോധം. അതിനുശേഷം നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക. ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിന് നന്ദി പറയുക. ഇതൊക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ആ സന്തോഷം നിങ്ങളുടെ മനസ്സിലും മുഖത്തും പതിഞ്ഞതിന് ശേഷം നിങ്ങൾ നന്ദി പറയുക. പിന്നീട് നിങ്ങൾക്ക് ആ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ആദ്യം പ്രകടിപ്പിക്കേണ്ടത് നന്ദിയാണ്. അവസരങ്ങൾ താനേ ലഭിച്ചുകൊള്ളും. ഇവയാണ് സമൃദ്ധിയുടെ അടിസ്ഥാനങ്ങൾ. ജീവിതത്തിൽ പണം വരുന്നത് പലപ്പോഴും ഒരു സംഭവമല്ല, ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ ആരംഭിക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മളെ സൂചനകളിലൂടെ അറിയിക്കും. നീ തയ്യാറാകുന്നു. അതിനെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സമൃദ്ധി സ്വാഭാവികമായി ജീവിതത്തിലേക്ക് കടക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.